സോ ഹലോ ഗൈസ്, നമ്മുടെ പോർഷയുടെ 718 കൈമാൻ്റെയും ബോക്സ്റ്ററിൻ്റെ EV മോഡൽസ് പോർഷെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്പൈ ഷോട്ട്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ പോർഷയുടെ ടൈക്കാൻ്റെ ഒരു 2 ഡോർ വെർഷൻ പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നമ്മുടെ റിയർ സൈഡ് 918 സ്പൈഡറിൻ്റെയൊക്കെ പോലെ ഒരു സാമ്യം തോന്നിക്കുന്നുമുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇത് ബിൽഡ് ചെയ്തേക്കുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ PPE പ്ലാറ്റ്ഫോമാണ്. അത് ഔഡിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പോർഷയുടെ കൊളാബറേഷനിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രീമിയം പ്ലാറ്റ്ഫോം ഇലക്ട്രിക് ആർക്കിടെക്ചർ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 വോൾട്ടിൻ്റെ ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറഞ്ഞ ചാർജിങ് ടൈമിൽ വളരെയധികം പെർഫോമൻസ് പുറത്തെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടാതെ തന്നെ ലൈറ്റ് വെയ്റ്റ് മോഡൽസാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലബിൾ ആണ്. ഹാഷ് ബാക്ക് മുതൽ SUVs വരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പോർഷയുടെ EV മെക്കാനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ പോർഷെ 718 കൈമാൻ EV ഒക്കെ ഏകദേശം ഒരു 600 bhp ഒക്കെ പവർ പ്രതീക്ഷിക്കാമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സിംഗിളിലും ഡുവൽ മോട്ടേഴ്സിലും ഇത് ലഭ്യമായിരിക്കും. ഇനി ലോഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇനി പോർഷെ ടൈക്കാൻ ഈ പ്ലാറ്റ്ഫോമിലല്ല പണിതത്. ഈ പോർഷെ ടൈക്കാൻ J1 പ്ലാറ്റ്ഫോമാണ്. PPE പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. ഔഡിയുടെയും അതുപോലെ തന്നെ പോർഷയുടെ ഒക്കെ ഫ്യൂച്ചർ മോഡൽസ് എല്ലാം ഇനി ഇതിനകത്തായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.